അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. ഈ സമുദായത്തിന് വന്നു പതിച്ച മുസീബത്തോർത്തുകൊണ്ട് റമളാനിന്റെ അവസാന രാത്രിയായാൽ അള്ളാഹുവിന്റെ മലക്കുകളും ആകാശഭൂമിയും കരയും. നബി തങ്ങൾ ഇത്രയും പറഞ്ഞു നിർത്തിയതും ഉടനെ സദസ്സിലാരോ വിളിച്ചു ചോദിച്ചു, എന്തു മുസീബത്തോർത്തിട്ടാണ് അവർ കരയുന്നത് തിരുദൂതരെ? നബി തങ്ങളുടെ ഉത്തരത്തിന് ഒരു നിമിഷത്തെ ആലോചന പോലും വേണ്ടി വന്നില്ല. അവിടുന്ന് ഉടനടി പറഞ്ഞു, റമളാൻ വിട ചോദിക്കലാണ് ആ മുസീബത്ത്. കാരണം റമളാനിലെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകപ്പെടും. റമളാനിലെ സ്വതക്കകളെല്ലാം സ്വീകരിക്കപ്പെടും. റമളാനിൽ ചെയ്യുന്ന നന്മകളെല്ലാം ഇരട്ടി പ്രതിഫലം നൽകപ്പെടും. റമളാനിൽ എല്ലാ ശിക്ഷകളും ഉയർത്തപ്പെടുന്നതാണ്. അപ്പോൾ പിന്നെ റമളാൻ പോകുന്നതിനേക്കാൾ വലിയ മുസീബത്ത് എന്താണ്? നമ്മുടെ കാര്യം ആലോചിച്ചിട്ടാണ് ആകാശഭൂമികൾ കരയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കരയാൻ ഏറ്റവും അനുയോജ്യർ നമ്മൾ തന്നെയാണ്. കാരണം ഈ ആദരവുകളെല്ലാം നിർത്തപ്പെടുന്നത് നമുക്കാണ്. അതുകൊണ്ട് അവരെക്കാൾ കരയൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ നമ്മളാണ്. നബി തങ്ങൾ പറഞ്ഞു നിർത്തി. അവസാന വെള്ളിയാഴ്ച ഖത്തീബ് പള്ളിയുടെ മിമ്പറിൽ നിന്ന് അസ്സലാമു അലൈക്കും യാ ഷഹ്റ റമളാൻ യാ ഷഹ്റ റഹ്മത്തി റിദ്വാൻ എന്ന് വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിന്റെ മൂലയിലെവിടെയോ ഒരു വേർപാടിന്റെ വേദനയുണ്ടായിരുന്നില്ലേ? നമ്മിൽ നിന്ന് വേണ്ടപ്പെട്ടവരാരോ വിട ചോദിക്കുന്ന ധാരണയിൽ നമ്മുടെ കണ്ണിന്റെ പീലിയിൽ നനവ് പടർന്നില്ലേ? കണ്ണുനീർ ഖത്തീബിന്റെ മുഖത്തേക്ക് എത്തി നോക്കിയിരുന്നില്ലേ? പക്ഷേ അന്നത്തോടെ നമ്മൾ റമളാൻ നമ്മെ വിട്ടുപോയിരുന്നില്ല. അന്ന് നമ്മൾ റമളാനിന് ഔദ്യോഗികപരമായ ഒരു യാത്രയയപ്പ് നൽകിയതാണെന്ന് മാത്രം. ഇന്നിതാ റമളാൻ വിട ചോദിച്ചു പടിവാതിൽക്കൽ നിൽക്കുന്നു. പിടിച്ചു നിർത്താൻ നമുക്കൊരു നിർവാഹവുമില്ല. ഇനിയും നല്ലൊരു റമളാനിനെ സ്വീകരിക്കുവാനും ഈ റമളാനിനെ സന്തോഷത്തോടെ യാത്രയാക്കാനും കണ്ണീരൊഴുക്കുക മാത്രമേ നമുക്ക് സാധിക്കൂ. അങ്ങനെയെങ്കിൽ റമളാൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. റമളാൻ നാളെ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.